ശരി, ഇനി 5 ഹാൻഡ്സിൽ എങ്ങനെ റൈറ്റ് എങ്ങനെ കാണിക്കും? കൈ സ്ട്രൈറ്റ് പോയി. ഇനി ലെഫ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? കൈ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് 3 പ്രാവശ്യം. മക്കളെ ഫ്രണ്ടിലോട്ട് കറങ്ങണം, ഇത് ബാക്കിലോട്ടാണ് കറക്കിയത്. നീ എങ്ങനെ? ആദ്യം ബാക്കിലോട്ട് ഇതാവും. ഇനി വണ്ടി വേഗത കുറയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സ്ലോ ഡൗൺ. അതെങ്ങനെ കാണിക്കും? ഇങ്ങനെയല്ല, കൈ സ്ട്രെയിറ്റ് വെച്ചോ, മുകളിലോട്ടും താഴോട്ടും. 1 2 3. ഓക്കെ, 3 പ്രാവശ്യം. ഇനി ഓവർടേക്കിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യണം? എന്നുവെച്ചാൽ ബാക്കിൽ നിന്ന് പറഞ്ഞ വണ്ടിക്കാരൻ്റെ കയറി പോകാനുള്ള അനുമതി കൊടുക്കണത്. കൈ പുറകോട്ട് വെച്ചോ, ഫ്രണ്ടിലോട്ട് റാ പോലെ ഹാഫ് ഇങ്ങനെ പൊങ്ങി കറങ്ങട്ടെ, എന്നിട്ട് ബാക്കിലോട്ട് വരണം. അതുപോലെ ബാക്കിലോട്ട് വരണം, വീണ്ടും ഫ്രണ്ടിലോട്ട് വരണം, വീണ്ടും പുറകിലോട്ട്, അങ്ങനെ 3 പ്രാവശ്യം. ഓക്കെ, ഇനി വണ്ടി നിർത്തുകയാണ്, അതിനെന്താണ്? സ്റ്റോപ്പ്. അതെങ്ങനെ കാണിക്കും? സ്റ്റോപ്പ് എങ്ങനെ കാണിക്കും? ഇങ്ങനെ കാണിക്കാതെ കൈ എൽ ഷേപ്പിൽ കറക്റ്റ്. നമ്മൾ ട്രാഫിക്കിലൊക്കെ പോലീസുകാർ കാണിക്കാൻ കണ്ടിട്ടില്ലേ? വണ്ടി നിർത്താൻ വേണ്ടി ആവശ്യപ്പെടാൻ കണ്ടിട്ടില്ല? എങ്ങനെയാണ് കാണിക്കുന്നത്? എൽ ഷേപ്പിൽ വരട്ടെ, കറക്റ്റ് ആയിട്ട് വരട്ടെ. ഓക്കെ, ഇത് വണ്ടി നിർത്താനാണ് സ്റ്റോപ്പ്. നമ്മൾ വണ്ടി നിർത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ വലത്തോട്ട് വളയണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചോ. വലത്തോട്ട് വളയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റർ ഇടണം, കൈ കാണിക്കണം. ഇനി നമ്മളെ വണ്ടി ഇടത്തോട്ടാണ് പോകേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം, കൈ എങ്ങനെ കാണിക്കണം? അടുത്ത 3 പ്രാവശ്യം ഫ്രണ്ടിലോട്ട്. മക്കളെ ഫ്രണ്ടിലോട്ട്, നിൻ്റെ ഫ്രണ്ട് അത് 3 പ്രാവശ്യം. ഓക്കെ, ഇനി നമ്മളെ വണ്ടിയുടെ വേഗത കുറയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇത് നമ്മൾ സ്ലോ ഡൗൺ. നമ്മളുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കുന്നൊന്ന് പുറകെ വരണവരുത് കാണിക്കുന്നതാണ്. അപ്പോൾ കൈ ഫ്രണ്ട് ഇങ്ങനെയൊന്നും ആവരുത്, പൊങ്ങണം, താരണം. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. ഇനി നമ്മളെ വണ്ടി നിർത്തുകയാണ്, പൂർണ്ണമായിട്ട് വണ്ടി നിർത്തുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ്. എൽ ഷേപ്പിൽ കാണിച്ചോ. ഇനി പുറകിൽ നിന്ന് ഒരാൾ വന്ന് ഹോൺ അടിക്കുകയാണ്. നിങ്ങൾ ഗ്ലാസ്സിൽ കൂടെ അവരെ നോക്കേണ്ട നിൽക്കണ്ട. ആരാണ് പറഞ്ഞത്? ആര് ഹോൺ അടിക്കണം നോക്കണ്ട. നിങ്ങൾ സ്പീഡ് കുറച്ചിട്ട് നിങ്ങൾ അവർക്ക് കടന്നു പോകാനുള്ള അനുമതി, അതെന്താണ് നിങ്ങൾ ചെയ്യണത്? ഓവർടേക്ക്. എങ്ങനെ കാണിക്കും? എല്ലാവരും ഇങ്ങനെയാണ് കാണിക്കുക റോഡിൽ. ഇങ്ങനെയല്ല, റാ പോലെ ഫ്രണ്ടിലോട്ട് വരണം, തിരിച്ച് വീണ്ടും ഫ്രണ്ടിലോട്ട്. അത് എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. ഈ 5 ഹാൻഡ്സിലേ ഉള്ളൂ. ഓക്കെ, വലത് ഇടത് എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. ഇനി സ്ലോ ഡൗൺ, കൈ പൊങ്ങുകയും താരയും ചെയ്യണം കേട്ടോ. സ്ലോ ഡൗൺ 3 പ്രാവശ്യം. ഇനി ഓവർടേക്കിങ്ങും 3 പ്രാവശ്യം. ഓക്കെ, ഇനി വണ്ടി നിർത്തുന്നു, അതെങ്ങനെ? സ്റ്റോപ്പ്. ഇനി ഹാൻഡ് സിഗ്നൽ മറക്കുമോ? ഓക്കെ, 2 വീലർ റോഡ് ഓട്ടിക്കുമ്പം രവതി എന്ത് കാണിച്ചെടുക്കും? റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് കാണിച്ച് എടുക്കുന്നു. അടുത്ത റോഡിൻ്റെ ഏത് സൈഡിലാണ് വണ്ടി കൊണ്ട് നിർത്താൻ പോണത്? ഇട സൈഡ്. അപ്പോൾ ഏത് ഇൻഡിക്കേറ്റർ ഇടണം? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. എന്നിട്ട് വേഗത കുറയ്ക്കുന്നു എന്നുള്ള സ്ലോ ഡൗൺ ഇപ്പം ഒഴിവാക്കി. അപ്പം സ്റ്റോപ്പ് കാണിച്ചതിന് ശേഷമേ വണ്ടി എന്ത് ചെയ്യാവൂ? നിർത്താവൂ. നിർത്തി അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ വലത്തോട് വളയ്ക്കുന്നു. അപ്പോൾ ആദ്യം ഏത് ഇൻഡിക്കേറ്റർ ഇടണം? അനന്തോടെ നിർത്തുമ്പോൾ അനന്ത് എപ്പോഴും ഇൻഡിക്കേറ്റർ മറക്കണം. ഏത് ഇൻഡിക്കേറ്റർ ഇടണം? റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഗിയറുള്ള വണ്ടി ഓട്ടിക്കണവർ ഗിയർ കുറച്ച് ഫസ്റ്റ് ആക്കണം. എന്നിട്ട് ബാക്ക് തിരിഞ്ഞ് നോക്കണം, ചുമ്മാ വണ്ടി വളയ്ക്കരുത്. പുറകുന്ന വണ്ടി വരണോ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഹാൻഡ്സിൽ കാണിച്ചിട്ട് വളച്ച് നിർത്തണം. നിർത്തിയതിന് ശേഷം വീണ്ടും അവിടെ നോക്കണം. ആ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കണ്ട, ആ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചുകൊണ്ട് ബാക്കിൽ വീണ്ടും തിരിഞ്ഞ് നോക്കണം. നോക്കിയിട്ട് വീണ്ടും എന്ത് ചെയ്യണം? റൈറ്റ് കാണിക്കണം. അവിടുന്ന് വണ്ടി എടുക്കുന്നു. എടുത്ത് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഗിയർ ഉള്ളവർ ഗിയർ മാറി വണ്ടി ഓട്ടിക്കണം. എന്നിട്ട് സ്കൂട്ടി ഓട്ടിക്കണവർക്ക് അങ്ങനെ ഓടിച്ച് വരാം. അടുത്ത് ഇങ്ങനത്തെ ആകുമ്പോൾ എന്ത് ചെയ്യണം? ഏത് ഇൻഡിക്കേറ്റർ ഇടണം? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. നിർത്താൻ പോകണം, ഇടത് സൈഡാണ് നിർത്താൻ പോകണേ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം. നിർത്തുന്നതിന് തൊട്ട് മുന്നേ വേഗത കുറയ്ക്കുന്നു, നിർത്തുന്നു എന്നുള്ള ഹാൻഡ് സിഗ്നലും കൂടെ കാണിച്ചതിന് ശേഷമേ പൂർണ്ണമായിട്ട് വണ്ടി നിർത്താവൂ. ഇനി ഗിയറുള്ള വണ്ടി ഓട്ടിക്കണവർ ന്യൂട്രാക്കി കീ ഓഫ് ആക്കിയിട്ട് വേണം ക്ലച്ചിൽ നിന്ന് കൈയെടുക്കാൻ. നിങ്ങളുടെ നന്നായിട്ട് വണ്ടി ഓടിച്ചിവിടെ കൊണ്ട് നിർത്തി. ഇനി ഗിയർ കുറയ്ക്കാതെ നിങ്ങൾ ക്ലച്ച് അങ്ങ് വിടുമെങ്കിൽ വണ്ടി ഇടിച്ച് ഓഫാവും, റോഡ് ടെസ്റ്റ് ഫെയിൽ ആവും. അപ്പോൾ അതുകൊണ്ട് ഗിയർ കുറച്ചു എന്ന് ഉറപ്പ് വരണം. എന്നിട്ട് ക്ലച്ച് വിടണ്ട, കീയും കൂടെ അങ്ങ് ഓഫ് ആക്കിയതിന് ശേഷം സ്റ്റാൻഡ് ഇട്ട് വയ്ക്കുക, ഇറങ്ങുക. അത്രേ ഉള്ളൂ. ഓക്കെ.